ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജാപ്പനീസുകാരുടെയും കൊറിയൻസുകാരുടെയും സീക്രട്ട് ആയിട്ടുള്ള നമ്മുടെ റൈസ് ക്രീം എങ്ങനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റൈസ് ക്രീം പല ടൈപ്പിലും കണ്ടിട്ടുണ്ടാകും. യൂട്യൂബിനകത്താണെങ്കിലും അതല്ലാതെ നമ്മുടെ ചാനലിനകത്താണെങ്കിലും നമ്മൾ പല രീതിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു റൈസ് ക്രീമിന് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് ക്രീം നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന രീതിക്ക് തന്നെയാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇന്നിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു യൂട്യൂബ് കാണുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്കിത് ഡേ ടൈം ആയിട്ടും നൈറ്റ് ടൈം ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിക്ക് തന്നെ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മോയ്സ്ചർ കിട്ടുകയും മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഈ ഒരു റൈസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടും കാര്യങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു റൈസ് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു റൈസ് ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ റൈസ് സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഈ ഒരു റൈസ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുകൂടി ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങളൊരു വീഡിയോ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് സ്റ്റാർച്ച് എടുക്കുന്നത് നമ്മുടെ റൈസിൽ നിന്ന് തന്നെയാണ്. അതിപ്പോൾ ഏത് അരി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പച്ചരി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അതിൽ നിന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നാണ് കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നത്. അതല്ലാതെ നമുക്ക് അരി എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പച്ചരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം പാടില്ല. എന്നാൽ അതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ മേടിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ഇതെന്താണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത്, ഒരു ബ്രൗൺ കളറായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡാർക്ക് യെല്ലോയിഷ് കളറായിട്ട് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും തന്നെ ചേർത്തിട്ടില്ല. നമ്മളിതിനകത്ത് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ. ഞാനിപ്പോൾ ഇവിടെ സൈഡിലൊരു വീഡിയോ കൊടുക്കുക, അത് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ആലുവയുടെ കളർ അത് തന്നെയാണ്. ആ ഒരു ചെറിയൊരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീഡിയോനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്യുവർ ആയിട്ടുള്ള ആലുവേറ, നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആലുവേറ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പ്യുവർ വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്യുവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കത്തില്ല. ചെറിയ രീതിക്ക് ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് ഗ്രീൻ ആയിട്ട് ചെറിയൊരു ഗ്രീൻ കളറായിട്ട് നമുക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ആലോവേറ ജെല്ല് 2 ടീസ്പൂൺ ചേർത്തിട്ട് ബാക്കി ആ കാണുന്ന കുഞ്ഞു സ്പൂണിൽ നമ്മൾ ഈ ഒരു റൈസ് സ്റ്റാർച്ച് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു റൈസ് സ്റ്റാർച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അരിപ്പ് ഉപയോഗിച്ച് ചലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തരി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരി ആ ഫീലാവും. നമ്മുടെ ഫേസിൽ ഇങ്ങനെ നമുക്കിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഫീലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ റൈസ് സ്റ്റാർച്ചിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക കേട്ടോ. ആ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആ ഒരു തരിയൊന്നും ഇല്ല, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ആക്കുക. ഒരു 2-3 മിനിറ്റെങ്കിലും നല്ല കൈയെടുക്കാതെ മിക്സ് ആക്കട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക കട്ടിയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ആ ഒരു ക്രീമി ആയിട്ട് നല്ല പഫി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന കുഞ്ഞു സ്പൂണിൽ തന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ആൽമണ്ട് ഓയിൽ ഞാനിവിടെ ഈ ഒരു കുഞ്ഞു സ്പൂണിൽ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ നോർമൽ സ്കിന്ന് ഇവർക്ക് പറ്റിയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ഡ്രൈ സ്കിന്നുകാർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് എക്സ്ട്രാ ഓയിൽ കൂടി ആഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ ഒരു ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ ഫേസിലേക്ക് ഏത് ഓയിലാണോ സൂട്ട് ആവുന്നത് ആ ഒരു ഓയിൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പോൾ അതിനകത്തേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് മോയ്സ്ചറായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ റൈസ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റൈസ് സ്റ്റാർച്ച് സെറ്റായി കിട്ടും. അപ്പോൾ നല്ല രീതിക്ക് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മളത് പൊടിച്ച് എന്താ പറയുക, നമ്മളത് നല്ല രീതിക്ക് തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1 to 2 months വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഹൈജീനിക് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്കിത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. നമ്മളിത് നനവുള്ള സ്പൂണൊക്കെ ഉപയോഗിച്ചെടുക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തുപോകും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൻ്റെ സഹായം ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമിൻ്റെ ഇത് പറയുകയാണെങ്കിലും നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 5 to 7 days വരെ
നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇനി ഒരു പക്ഷേ ആലുവേര ചേരാത്ത വ്യക്തികളുണ്ടാവും, അവർക്കത് ആലുവേര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ നല്ല രീതിക്ക് മോയ്സ്ചർ ആവണം എന്നുള്ളവർക്കും കൂടിയിട്ട് വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. നമുക്ക് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടും ഇതേ മെത്തേഡിൽ അങ്ങ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ തന്നെ സെയിലാക്കുന്ന ആ ഒരു ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇതിനകത്തേക്ക് എക്സ്ട്രാ നമുക്ക് എൻ്റെ ഒരു ഫേസ് മോയ്സ്ചറൈസർ ആണെങ്കിൽ അതിനകത്തേക്ക് എക്സ്ട്രാ നമുക്ക് ആമണ്ട് ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് മോയ്സ്ചറൈസറും നമ്മുടെ റൈസ് സ്റ്റാർച്ചും മാത്രം മതിയാകും. ഈ രീതിക്ക് നിങ്ങൾക്ക് വേറൊരു മെത്തേഡിൽ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.